വി ജസ്റ്റ് ഹാഡ് എ ഫെൻറ്റാസ്റ്റിക് വേൾഡ് കപ്പ്. ഈ അബ്സൊല്യൂട്ട് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ അബ്സൊല്യൂട്ട് ഫുട്ബോൾ നമ്മൾ കണ്ട കുറേ മാച്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കൂടുതൽ എക്സ്പെർട്ടൊന്നുമല്ല. ഞാൻ ഫുട്ബോൾ എക്സ്പെർട്ടൊന്നുമല്ല. ഞാൻ ഈവൻ ഒന്നിലും എക്സ്പെർട്ടല്ല. ഞാനിപ്പോൾ സിനിമയെ പറ്റി പറയാൻ സിനിമ എക്സ്പെർട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞൊരു മാസക്കാലങ്ങളോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി കുറച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ അർജൻറ്റീന ന്യായീകരിക്കൽ വീഡിയോ, പേടിക്കണ്ട. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കയിൽ നടക്കുന്നൊരു കളിക്ക്, അതും നമ്മുടെ ആരുമല്ല, ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല, കേരളമായിട്ട് ഒരു ബന്ധവുമില്ല, അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ കളിക്കുന്ന ഒരു കളിക്ക് അത് കണ്ടിട്ട് പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പിറ്റേ ദിവസം ലീവ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സംസ്ഥാനത്തിന് ഫുള്ളായിട്ട് ലീവ് കൊടുക്കുക. ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് പ്യുവർ ലവ് ഓഫ് ഫുട്ബോൾ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇത് ഒന്നുമല്ല, ഞാൻ ഒരു പൊളിറ്റിക്സും ഇല്ല എനിക്ക്. പക്ഷേ അത് പ്രത്യേകം പറയണമെന്ന് തോന്നി. അങ്ങനെ ഒരു പരിപാടി ഐ തിങ്ക് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദാറ്റ് മച്ച് വി ലവ് ഫുട്ബോൾ. നമ്മൾ ലാൻഡ് ഓഫ് ഫുട്ബോൾ എന്ന് വെറുതെ അല്ല കേരളത്തെ പറ്റി പറയുന്നത്. അത്രത്തോളം നമ്മൾ ഈ ഒരു മാച്ചിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവർ വന്നുകൊണ്ട് മാത്രമല്ല, ഇനി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാ കൊല്ലവും ഇതുണ്ടാവും. അത് സ്ഥിരമാണ്. കാരണം ഇപ്പോൾ പിള്ളേർ കണ്ടിട്ടില്ലേ, ഒരു മഴ പെയ്ത് അപ്പം തന്നെ മെസ്സേജ് അയക്കുന്നു ലീവ് വേണമെന്ന് പറഞ്ഞ്. ഈ സെറ്റപ്പ് ഇനി തുടർന്ന് വൺസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐ തിങ്ക് ഇനിയുള്ള എല്ലാ വേൾഡ് കപ്പിനും ഇത് കൊടുത്തേ പറ്റൂ. ഞാൻ പവർ കട്ട് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് അത്രത്തോളം നമ്മൾ ഈ ഒരു കളിയെ ഇഷ്ടപ്പെടുന്ന ഒരു നാട് എന്നതിൽ അഭിമാനമുള്ള കുറേ സംഭവം. നമ്മുടെയായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യ കളിക്ക്, ഇന്ത്യയായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പരിപാടിയോ ഒന്നുമില്ല. എന്നിട്ട് പോലും നമ്മളിവിടെ ഈ ഫുട്ബോൾ കളിയെ പ്രോത്സാഹിപ്പിക്കുന്നു പറയുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഇപ്രാവശ്യം ഞാൻ ഈ സെമിയും ഫൈനലൊക്കെ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. പണ്ടൊക്കെ സ്ക്രീനിങ് ആയിരുന്നു. നമ്മളിപ്പോൾ വലിയ വലിയ കളികളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രീ ക്വാർട്ടറും ക്വാർട്ടറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വലിയ കളികളെല്ലാം തന്നെ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫൈനലൊക്കെ പല സ്ഥലത്തും, ഇപ്പോൾ ലുലു മാളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ പല സ്ക്രീനുകൾ കണ്ടു. പക്ഷേ രണ്ട് സെമിയും ഫൈനലും ഞാൻ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വേൾഡ് കപ്പിന് തുടക്കത്തിലൊക്കെ ഉള്ള എല്ലാ കളിയും ഐ തിങ്ക് ചെറിയ ഗ്രൂപ്പ് സ്റ്റേജിൽ മാച്ചസ് അടക്കം മറ്റേ കൊച്ചിയിലൊക്കെ ഈ PVRലും അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു സെമിയൊക്കെ വന്ന സമയത്ത് സ്ക്രീനിങ്, അതും പ്രത്യേകിച്ച് ഫൈനലൊക്കെ ഇവിടെയുള്ള എല്ലാ തിയേറ്ററിലും, പാലക്കാടൊക്കെ എല്ലാ തിയേറ്ററിലും ഫുള്ളാണ്. നമ്മളിപ്പോൾ ഒരുമാതിരി ഒരു വിജയ് പടം കാണുന്ന പോലെ, ഒരു രജനി പടമൊക്കെ ഇറങ്ങുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു രാത്രി നമ്മൾ ഫാൻ ഷോ, ഫസ്റ്റ് ഷോ ഫാൻ ഷോയ്ക്ക് പോകുന്ന ആ ഒരു ഫീലായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ഫൈനൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ആസ് ആൻ അർജൻറ്റീന ഫാൻ ഒരു നിരാശ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, പണ്ട് ജർമ്മനിയുടെ കൂടെ ഒക്കെ തോറ്റില്ലേ, ആ ഒരു സങ്കടമൊന്നുമില്ല. കാരണം അതിലൊക്കെ നമ്മൾ കളിച്ചിട്ടാണ് തോറ്റത്. ഇതിൽ കളിച്ചിട്ടില്ല. ഇതിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ സ്പെയിനായിരുന്നു. അതുകൊണ്ട് ഒരു ന്യായീകരണവുമില്ല. പ്രത്യേകിച്ച് വെറുതെ ഒരു ടോക്സിക് ഫാനായി ഇരുന്നിട്ടൊരു പരിപാടിയില്ല. അവർ കളിച്ചു, അവർ ജയിച്ചു. അവർ നല്ല കളി കളിച്ചു. സോ നല്ലതെന്ന് തന്നെ പറയണം, നല്ലതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം. ആ ഒരു സ്റ്റാറ്റ്സ് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ടൈമിൽ 20-0 ഒക്കെ ആയിരുന്നു. അപ്പോൾ അവസാനം ഒരു 2 ഷോട്ടൊക്കെ അവസാനം കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി. അത് കിട്ടൂല, നമുക്കറിയാം. 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു 20 അറ്റംപ്റ്റ് അപ്പുറത്തും 0 അറ്റംപ്റ്റ് ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കളിയുടെ കംപ്ലീറ്റ് ഡോമിനേഷൻ നമ്മൾ കണ്ടതാണ്. ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മാനം കെട്ട് തോറ്റേനെ. സോ അതുകൊണ്ട് ഒരു സങ്കടവുമില്ല. ദേ ഡിസർവ് ഇറ്റ്, ദേ കംപ്ലീറ്റ്ലി ഡിസർവ് ഇറ്റ്. ബാക്കിയുള്ള അതിന് മുമ്പുള്ള സ്പെയിൻ്റെ കളിയൊക്കെ ഇത്രത്തോളം, അല്ലെങ്കിൽ ആ അവസാനത്തെ പ്രത്യേകിച്ച് ആ 2 കളികളും, നമ്മൾ ആ ഒരു സെമിയിലും ഇതേപോലെ ഫ്രാൻസിനെ നല്ല ഡോമിനേറ്റ് ചെയ്തിട്ട് അവർ കളിച്ചത്. ഇതിലും ഇതേപോലെ നമ്മളൊരു അഗ്രസീവ് കളിയൊക്കെ കളിക്കാമെന്ന് പറ്റും നോക്കും, പക്ഷേ നടന്നില്ല. സോ സ്പെയിൻ കംപ്ലീറ്റ്ലി ഡിസർവ് ഇറ്റ്. പ്രത്യേകിച്ച് ആ ഒരു ഫൈനലിലെ കളി. അർജൻറ്റീന സെമിയിൽ കളിച്ച കളിയുടെ ഒരു അംശം പോലും ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഡൗൺ ആയി. ഫുള്ളായിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു. മെസ്സിനൊന്നും കാണാൻ പോലും പറ്റിയില്ല. മെസ്സിയുടെ കയ്യിൽ നിന്ന് ബോൾ പോലും എത്തിയില്ല. അവർ ഹാഫ് കഴിഞ്ഞ് പോകുന്നില്ല. അതാ പറഞ്ഞത്, ഒരു 20-0 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യമായിട്ട് ഒരു റെഡ് കാർഡും കിട്ടി. എന്തിനൊക്കെ കാർഡ് വാങ്ങിച്ചു കൂട്ടുന്നു. യെല്ലോ കിട്ടാത്ത ആരും ഉണ്ടായിരുന്നില്ല. കോച്ച് ഉൾപ്പെടെ നടന്നു പോയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒന്നും പറയാനില്ല. ഫൈനൽ വാസ് സ്പെയിനിന് കംപ്ലീറ്റ്ലി ഡിസർവിങ് ആയിട്ടുള്ള സാധനം തന്നെയായിരുന്നു. അവർ കളിക്ക് അതെന്തായാലും അവർക്ക് കിട്ടണമായിരുന്നു. കാരണം അമ്മാതിരി കളി അവർ കളിച്ചു. സോ പക്ഷേ അതുവരെയുള്ള ബാക്കിയുള്ള അർജൻറ്റീനയുടെ മറ്റ് കളികളിൽ, പ്രത്യേകിച്ച് ആ ഒരു ഈജിപ്തിൻ്റെ കൂടെയൊക്കെ കളിച്ച കളിയും, പ്രത്യേകിച്ച് അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് ആ ഒരു കംബാക്ക് നടത്തിയ സാധനം, ദെൻ സെമി കളിച്ച കളി, എൻ്റയർ ആ ഒരു വേൾഡ് കപ്പ് സീസണിൽ തന്നെ, ഈ സീസണിൽ തന്നെ കളിച്ചാലേ ഏറ്റവും ബെസ്റ്റ് കളിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് അവർ ഇംഗ്ലണ്ടിൻ്റെ കൂടെയുള്ള സെമിയാണ്. അത് മറ്റേ അവരുടെ നാഷണൽ ആന്തം പാടുമ്പോൾ തന്നെ ഉള്ള ആ ഒരു ഫയർ, കളി കഴിഞ്ഞിട്ട് ആ ഒരു ഫൈനൽ വിസിൽ അടിക്കുന്നവരെ അതുണ്ടായിരുന്നു. അത്രയും അഗ്രസീവായിട്ട് കളിച്ച്, അത്രയും പവർ പാക്കഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു സംഭവം ഫിഫ റിഗ്ഡ് എന്നുള്ള സംഭവമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ പറയാറുണ്ട്, അവിടുത്തെ ഫാൻസ് ഇവിടുത്തെ ഫാൻസ് എന്ന് പറഞ്ഞ്.
ഈവൻ ബ്രസീൽ ഫാൻസ് പോർച്ചുഗൽ ഫാൻസൊക്കെ അവരുടെ ടീം പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചായും കുറ്റം പറയും. അതൊക്കെ ശരിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടീം തോക്കുകയും ബാക്കിയുള്ള ടീമുകൾ കയറി പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് പറയുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് അതുമായിട്ട് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അത് പറയാനുള്ളവർ പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈവൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലടക്കം വന്നിട്ട് ഇപ്പോൾ വെറുതെ ഇരുന്ന് കരഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഇപ്പോൾ ഇനി ലിറ്ററലി എത്ര പേരും നമുക്കറിയാം. പക്ഷേ നമ്മൾ ടോക്സിക് ഫാൻസ് ആയിട്ട് കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഈ അർജൻറ്റീന തോറ്റു എന്ന് പറഞ്ഞിട്ട് വെറുതെ ന്യായീകരിച്ചിരുന്നോട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ കളിച്ചതാണ്. കുറേ അർജൻറ്റീന ഫാൻസ് വരും. ഈ വേൾഡ് കപ്പ് നമ്മൾ വെറുതെ സിമ്പിളി നമ്മൾ വെറുതെ പാടത്ത് കളിക്കുന്ന പോലെ വെറുതെ കളിച്ച് നോക്കിയതാണ്. നമ്മൾ കപ്പിന് വേണ്ടിയിട്ടും നല്ല കളിച്ചെന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയൊന്നുമല്ല. എല്ലാവരും കപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് കളിച്ചത്, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയില്ല, സുഖമാണ്. പക്ഷേ ഈ ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടിയത് ഈ ഒരു വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞ്? ഇതുവരെ ഞാൻ ഈജിപ്തിന് ഇത്ര ഫാൻസ് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല, സ്വിറ്റ്സർലാൻഡിന് ഇത്ര ഫാൻസ് ഉണ്ടായിട്ട് കണ്ടിട്ടില്ല, ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സി ഇവിടെ ഇത്രയും പോയത് കണ്ടിട്ടില്ല. ഈവൺ അവസാനമായപ്പോൾ അത് സ്പെയിൻ്റെ. ഇപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഹാർഡ് കോർ സ്പെയിൻ ഫാൻസ് ഉണ്ടാവും തുടക്കം മുതലുള്ളത്. അല്ലാണ്ട് വന്നിട്ടുള്ളത് ഫുള്ള് ഈ പറഞ്ഞ പോലെ ബ്രസീൽ ഫാൻസ് പോർച്ചുഗൽ ഫാൻസ് ആണ്. നിങ്ങളുടെ ടീം തോറ്റേര് ബാക്കിയുള്ളവർ ഇപ്പോൾ എന്ത് ചെയ്ത്? അതിന് ബാക്കിയുള്ള ടീം അല്ലെങ്കിൽ ഇപ്പോൾ ബ്രസീൽ തോറ്റപ്പോൾ പോർച്ചുഗൽ തോറ്റപ്പോഴും അർജൻറ്റീന തോക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്, എവിടുത്തെ ന്യായമാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈവൺ നേരെ തിരിച്ചാണെങ്കിലും ഇപ്പോൾ ബ്രസീലോ പോർച്ചുഗലോ കയറുകയാണെങ്കിലും ഇപ്പോൾ അർജൻറ്റീന ഫാൻസോ അവർ തോക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ല കളി കളിക്കുന്നവർ കളിക്കട്ടെ. ഇപ്പോൾ ഈ അർജൻറ്റീന എന്ന് പറയുന്നത് ഞാനിപ്പോൾ അത് ന്യായീകരിച്ച് പറയുന്നതല്ല. കഴിഞ്ഞ ഒരു 3-4 വേൾഡ് കപ്പിൽ 3 ഫൈനലിലെത്തിയ ടീമാണ്. ഈ ഫൈനലും കഴിഞ്ഞ ഫൈനലും അതിൻ്റെ മുമ്പത്തെ ഫൈനലിലെത്തിയ ടീമാണ്. അതിന് മുമ്പ് അവർ വളരെ പോർ മാച്ചസ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് ഒന്നുമില്ല. ഈ മെസ്സി വന്നതിന് ശേഷം ആളൊന്ന് പൊക്കിയെടുത്തിട്ട് ആളുടെ ഷോൾഡറിലായിരുന്നു ഈ സാധനങ്ങൾ ഫുള്ളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു ജനറേഷനിൽ ഉള്ള ബെസ്റ്റ് പ്ലേ നടത്തിയ ഒരു ടൈമായിരുന്നു ഈ കാലഘട്ടം ഫുള്ളും. അതിൽ നമ്മൾ ചിലത് തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഫൈനൽ തോറ്റു, നമ്മൾ ഒരെണ്ണം ജയിച്ചു. സോ അവിടെ പോലും എത്താത്ത പോർച്ചുഗൽ ഫാൻസൊക്കെ പറയേണ്ട ആവശ്യമില്ല, ഫൈനലിൽ പോയിട്ട് ഒന്നും എത്തിയിട്ടില്ല. ബ്രസീൽ ഫാൻസ് ഇതേപോലെ തന്നെ കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് ഫൈനലിൽ പോലും എത്തിയിട്ടില്ല. സോ ഈ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും ഈ സെമിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു. പിന്നെ ബാക്കിയുള്ള ടീം കളിക്കട്ടെ എന്നാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഇപ്പോൾ അർജൻറ്റീന ഫൈനലിൽ എത്തിയത് തന്നെ ഇനീഷ്യലി ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ആദ്യം നമ്മുടെ ആ ഒരു ഈജിപ്തിൻ്റെ കളി ആദ്യം കണ്ടപ്പോൾ തന്നെ കഴിഞ്ഞത് തീർന്നു വിചാരിച്ചാണ്. പക്ഷേ അവർ അവസാനത്തെ 10 മിനിറ്റിൽ അവരിങ്ങനെ കയറി അടിക്കുന്നു വിചാരിച്ചില്ല. പിന്നെ അത് കണ്ടപ്പോഴാണ് ഓക്കെ ഈ ടീമിന് ഇപ്പോഴും ഫയറുണ്ട്, ഇനിയും ചാമ്പാന്നുള്ളൊരു സംഭവം വന്നത്. അതില്ലെങ്കിൽ അതോടെ തീർന്നു. പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ കളിച്ചു പോകുന്നുള്ള സെറ്റപ്പാണ്. വെറുതെ നമ്മളിങ്ങനെ ടോക്സിക് ആയിരുന്നു, ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നമ്മൾ തമ്മിൽ തല്ലുകൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ അടികൂടുന്നുണ്ടെന്നും ഇവിടെ നമ്മളിങ്ങനെ ഈവൻ കളി കാണുന്നുണ്ടെന്ന് പോലും നമ്മളിവിടെയൊക്കെ സ്കൂളിൽ ലീവ് കൊടുക്കുന്നുണ്ടെന്ന് അത്രയും വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പോലും അവർക്കൊന്നും അറിയുക പോലുമില്ല. അവർക്ക് ആരാ നീയൊക്കെ എന്ന് പറയുള്ളൂ. സോ വെറുതെ നമ്മളിവിടെ കിടന്ന് തമ്മിൽ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ അർജൻറ്റീന ഫിഫയ്ക്ക് പൈസ കൊടുത്തിട്ടാണ്, ഫിഫയുടെ പ്രസിഡൻറ്റ് അർജൻറ്റീനയുടെ പോക്കറ്റിലാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ഫിഫ റിഗ്ഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ കുറേ കള്ളം സത്യമെന്ന് പറയുന്ന പോലെ ഇത് കേട്ടിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നേ ശരിക്കും അങ്ങനെയാണോ? ഇപ്പോൾ ഇന്നലത്തെ കളിയിലടക്കം ആ ഒരു ഗോൾ അടിച്ച സമയത്ത് ഫൗൾ കൊടുത്ത സമയമൊക്കെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇതെന്ത് അതന്നെയാണോ അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെ അതിന് വലിയ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. അങ്ങനെ അത്രയും റിഗ്ഡായിരുന്നെങ്കിൽ ഇവർ ഫൈനൽ വരെ വന്നിട്ട് ഫൈനലിൽ തോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മറ്റ് ടീംസൊക്കെ പോയ പോലെ നേരത്തെ കൊണ്ടുപോകുമായിരുന്നു. ഇത്ര അപമാനം നേരിടേണ്ട ആവശ്യമില്ല. ഇമ്മാരൊരു കളി, അതായത് ഈ പറഞ്ഞ പോലെ ടോട്ടൽ ഡോമിനേഷൻ അവർ കാണിച്ച് നമ്മളൊരുമാതിരി ഈ പട്ടിയാക്കി വിട്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. അവർ ബോൾ തൊടിയിച്ചില്ല. സോ ഇങ്ങനെ അപമാനിച്ച് വിടുന്നതിൽ വരെ നേരത്തെ വിടായിരുന്നു. സോ ഫിഫ റിഗ്ഡ് ആയിരുന്നെങ്കിൽ ഇത് പണ്ടേ നിർത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ റെഡ് കാർഡ് കിട്ടിയതടക്കം വേണമെങ്കിൽ ഫിഫയ്ക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒഴിവാക്കായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ. അവസാനം കപ്പൊന്നും അടിച്ചില്ലല്ലോ. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇത്രയൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടും എല്ലാം അവസാനം പറയുന്നത് ഫുട്ബോൾ ഈസ് സേവ്ഡ് എന്നാണ്. അതൊക്കെ കംപ്ലീറ്റ്ലി ഫുൾ അസംഷൻസ് ആണ്. നമ്മളിപ്പോൾ ഈവൺ ഈ ഒരു വേൾഡ് കപ്പ് അടിക്കുന്നു വിചാരിച്ച് നമ്മൾ ഫ്രാൻസാണ്, അങ്ങനെയല്ല നടന്നത്. അവർ ഫൈനലിൽ പോലും എത്തിയിട്ടില്ല, സെമി പോയി. ഇതുപോലെ എത്ര തരം അട്ടിമറികൾ നമ്മൾ കണ്ടാണ് ചെറിയ ടീംസ് അവിടെയൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഈവൺ ഫൈനലടച്ച സ്പെയിൻ അടക്കിയ പോലും അവരെ മറ്റേ സമനിലയിൽ കൂട്ടിയൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു കോപ്പ വേൾഡൊക്കെ. സോ അങ്ങനെ ചെറിയ ടീംസ് അടക്കം ഹോളണ്ട് വന്ന് കിഡിലായിട്ട് പെർഫോം ചെയ്തും യമാല വന്ന് പെർഫോം ചെയ്തു. അങ്ങനെ പല സാധനങ്ങൾ കണ്ടിട്ടുള്ളൊരു വേൾഡ് കപ്പ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫൈനൽ, അത് മാത്രമായിരുന്നില്ല. അതല്ലാതെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളും കുറേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് തീർന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മെസ്സിയെ നമ്മൾ ഫൈനൽ വരെ കണ്ടു, പക്ഷെ അതിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ
ദെൻ നെയ്മർ, അങ്ങനത്തെ പല വലിയ ഐക്കോണിക് പ്ലെയേഴ്സിൻ്റെയും അവസാനത്തെ വേൾഡ് കപ്പ് ആയിരുന്നു. ഇതെല്ലാം ഈ ഒരു ഫാൻ ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ ഇത് മുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയും. ഇത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു. ഇപ്പോൾ നെയ്മർ നിർത്തി, ക്രിസ്ത്യാനോ അടുത്ത് അടുത്ത് കളിക്കുന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അവിടെ ആയതുകൊണ്ട്. ചാൻസ് ഇല്ല, മെസ്സിയും കഴിഞ്ഞ്. സോ ആ ഒരു എറ തീരുകയാണ്. നമ്മളിപ്പോൾ കണ്ടുവന്നിട്ടുള്ള, നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള കഴിഞ്ഞ കുറച്ച് ഒരു 5-6 വേൾഡ് കപ്പിലെ ആ ഒരു മെയിൻ പ്ലെയേഴ്സിൻ്റെ എല്ലാ കളിയും അവിടെ തീരുകയാണ്. ഫുൾ യങ്സ്റ്റേഴ്സാണ് വരാനുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ച് മെസ്സി എന്ന് പറയുന്ന ആൾ ആ ഒരു ടീമിനെങ്കിലും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ കോപ്പ അമേരിക്ക അടിക്കുന്നു. ഈവൻ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് റിട്ടയർമെൻറ്റ് പറഞ്ഞ ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഈ ചങ്ങായി പിന്നെ ഫൈനൽ കളിച്ചതെന്ന് ആലോചിക്കണം. അത് ഒരു കപ്പ് അടിച്ചിട്ട്. സോ ആൻഡ് ഈ ഒരു ഏജിൽ മെസ്സിനെ പറ്റി കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പിനെ പറ്റിയിട്ടില്ല. ആൻഡ് ഈ വേൾഡ് കപ്പിൽ ഹി വാസ് അറ്റ് ഹിസ് പീക്ക്. നല്ല നല്ല ഫോമിലായിരുന്നു, ഒന്നും പറയാനില്ല. 39 വയസ്സുള്ളൊരു ചങ്ങായിയാണ് 18-19 വയസ്സുള്ള പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഹി വാസ് റേസിങ് അഗൻസ്റ്റ് ദം. പ്രത്യേകിച്ച് എംബാപ്പേനെ വെച്ചും ഈ ഹാളൻഡിനെ വെച്ചൊക്കെ അവരെ വെച്ചിട്ട് ഇത്രയും പ്രായമുള്ള ഒരു ചങ്ങായിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു കമ്പാരിസണേ അല്ല. കാരണം അത് വേറെ ടയർ, ഇത് വേറെ ടയർ. നമ്മളിപ്പോൾ ആ അതേ ഏജ് ഗ്രൂപ്പിലുള്ള അതേ ഫോമിൽ നിൽക്കുന്ന അതൊന്നും അല്ല. ഹി ഹാസ് ഡൺ എവറിത്തിങ്. സോ ആസ് എ മെസ്സി ഫാൻ ഈ ഒരു നല്ലൊരു റണ്ണ് തന്നെയായിരുന്നു. ഫൈനൽ അടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ നല്ല കുറേ കളി കാണാൻ പറ്റി. പ്രത്യേകിച്ച് ആളുടെ ഒരു ഹാട്രിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഈ ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള റേസിൽ ടോപ്പ് ഗോൾസിൽ തന്നെ അവർ ലീഡിങ് ഗോൾ സ്കോററായിട്ട് നിന്ന ഒരു കഴിഞ്ഞപ്പോൾ ആ മറ്റേ 3rd പ്ലേസിന് വേണ്ടിയിട്ട് എംബാപ്പ അടിച്ചില്ലെങ്കിൽ അതും കിട്ടിയിട്ടുണ്ടാവും. അത്രയും നല്ല റണ്ണ് നടത്തിയ ഒരു ഗെയിമായിരുന്നു. സോ ഇങ്ങനെ പല ലെജൻഡറി പ്ലേയേഴ്സിൻ്റെ വിടവാങ്ങലും ദെൻ കുറേ ഈ പറയുന്ന കുറേ ഐക്കോണിക് മൊമെൻറ്റ്സും ദെൻ കുറേ നല്ല കംബാക്ക് മൊമെൻറ്റ്സും ദെൻ ഇപ്പോൾ ഈ ഫൈനലടക്കം നമ്മൾ കണ്ട മറ്റേ 19 വയസ്സുള്ള യമാലും 39 വയസ്സുള്ള മെസ്സി, ആശാനും ശിഷ്യനും തമ്മിലുള്ള ആ ഒരു സെറ്റപ്പും അങ്ങനത്തെ കുറേ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ തന്നിട്ടുള്ള ഒരു നല്ലൊരു വേൾഡ് കപ്പ് ആയിരുന്നു. ഇറ്റ് വാസ് ആൻ ആബ്സൊല്യൂട്ട് എൻ്റർടൈനർ. എല്ലാ മാച്ചസും അടിപൊളിയായിരുന്നു. സോ ഈ ഒരു വേൾഡ് കപ്പിനെ പറ്റിയിട്ടുള്ള ഇതുപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, ഞാനിപ്പോൾ ഫാൻ ഫൈറ്റിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഡോണ്ട് ബി എ ടോക്സിക് ഫാൻസ്. നമ്മൾ വെറുതെ ഇവിടെ കിടന്ന് അടി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. കളി കഴിഞ്ഞു, കളിയുടെ പരിപാടി വിട്ടു. സോ കമൻറ്റ് യുവർ തോട്ട്സ് ഓൺ യുവർ എക്സ്പീരിയൻസ് ഓൺ ദി വേൾഡ് കപ്പ്. ഞാൻ ഒരു ടീമിനെ പറ്റി സ്പെസിഫിക് ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ ഒരു വേൾഡ് കപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഉള്ളത് കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.